നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് ഗാന്ധിജി. ഗാന്ധിജിയുടെ ജന്മദിനം 1869 ഒക്ടോബർ 2. ഗാന്ധിജിയുടെ മുഴുവൻ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഗാന്ധിജിയുടെ ജന്മസ്ഥലം ഗുജറാത്തിലെ പോർബന്ദറിലെ കീർത്തി മന്ദിറിൽ. ഗാന്ധിജിയുടെ പിതാവ് കരംചന്ദ് ഗാന്ധി, കാബ ഗാന്ധി. ഗാന്ധിജിയുടെ മാതാവ് പുത്ലിഭായ്. കുട്ടിക്കാലത്ത് ഗാന്ധിജിക്ക് ഉണ്ടായിരുന്ന ഓമനപ്പേര് മോനിയ. ഗാന്ധിജി സ്വന്തം ആത്മകഥയിൽ ഉൾക്കൊള്ളിക്കാതിരിക്കാൻ ഏറെ ആഗ്രഹിച്ച അധ്യായം ബാല്യവിവാഹം. വിവാഹം നടക്കുമ്പോൾ ഗാന്ധിജിയുടെ വയസ്സ് 13, വർഷം 1883. ഗാന്ധിജിയുടെ ഭാര്യ കസ്തൂർബ. ഗാന്ധിജിയുടെ 4 പുത്രന്മാർ: ഹരിലാൽ, മണിലാൽ, രാമദാസ്, ദേവദാസ്. ഗാന്ധിജി മെട്രിക്കുലേഷൻ പരീക്ഷ ജയിച്ച വർഷം 1887. ഗാന്ധിജിയുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ടോൾസ്റ്റോയ്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി. ഗാന്ധിജിയെ ഏറെ സ്വാധീനിച്ച വചനം ദൈവരാജ്യം നിങ്ങൾക്കുള്ളിൽ തന്നെ. ദക്ഷിണാഫ്രിക്കയിലെ ഡർബണിൽ നിന്ന് ഗാന്ധിജി പ്രസിദ്ധീകരിച്ച ആഴ്ചപ്പതിപ്പിൻ്റെ പേരെന്തായിരുന്നു? ഇന്ത്യൻ ഒപ്പീനിയൻ. ഏത് കമ്പനിയുടെ കേസ് വാദിക്കാനാണ് 1893 ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് തിരിച്ചത്? ദാദാ അബ്ദുള്ള ആൻഡ് കമ്പനി. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലായിരിക്കുമ്പോൾ 1-ാം ക്ലാസ്സിലേക്കുള്ള ടിക്കറ്റ് വാങ്ങി ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു വെള്ളക്കാരൻ റെയിൽവേ പോലീസിൻ്റെ സഹായത്തോടെ ട്രെയിനിൽ നിന്ന് ഇറക്കിവിടുകയുണ്ടായി. ഏത് റെയിൽവേ സ്റ്റേഷനിൽ വച്ചാണ് ഇത് സംഭവിച്ചത്? മാരിറ്റ്സ്ബർഗ്. ഇപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പേര് പീറ്റർ മാരിറ്റ്സ്ബർഗ് എന്നാണ്. 1-ാം ലോക മഹായുദ്ധകാലത്ത് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ചെയ്ത സേവനങ്ങളെ അംഗീകരിച്ച് ബ്രിട്ടീഷ് സർക്കാർ നൽകിയ പുരസ്കാരം കൈസർ-ഇ-ഹിന്ദ്. ഗാന്ധിജിയുടെ ആദ്യത്തെ പൊതുപ്രസംഗം പ്രിട്ടോറിയയിൽ ഇന്ത്യക്കാരുടെ സമ്മേളനത്തിൽ. സ്ഥലം സെയ്ദ് ഹാജി മുഹമ്മദ് ഹാജി ജൂസാബിൻ്റെ വീട്. വിഷയം കച്ചവടത്തിലെ സത്യസന്ധത, ഇന്ത്യക്കാരുടെ കഷ്ടതകൾ. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലായിരിക്കുമ്പോൾ 1899 മുതൽ 1902 വരെ ഒരു യുദ്ധം നടന്നു. യുദ്ധത്തിൽ പരിക്കേറ്റവരെ സൂക്ഷിക്കാൻ ബ്രിട്ടീഷുകാരോടൊപ്പം ഗാന്ധിജി സന്നദ്ധനാവുകയും തുടർന്ന് ആംബുലൻസ് സംഘം രൂപീകരിക്കുകയും ആംബുലൻസ് സംഘത്തെ ഗാന്ധിജി നയിക്കുകയും ചെയ്തു. ഏതാണ് ആ യുദ്ധം? ബോവർ യുദ്ധം. ദക്ഷിണാഫ്രിക്കയിലെ ഡർബൻ നഗരത്തിന് സമീപം ഗാന്ധിജി സ്ഥാപിച്ച ആശ്രമം ഫീനിക്സ് സെറ്റിൽമെൻറ്റ്. ആകെ എത്ര വർഷമാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായിരുന്നത്? 21 വർഷം. ദക്ഷിണാഫ്രിക്കയിലെ സത്യാഗ്രഹ സമരം സമാപിച്ച വർഷം 1914. ഏഷ്യാറ്റിക് ലോ അമെൻമെൻറ്റ് ഓർഡിനൻസ് ബില്ലിനെതിരെ ആയിരുന്നു സത്യാഗ്രഹം. ഇന്ത്യയിലെ ഗാന്ധിജിയുടെ ആദ്യത്തെ നിരാഹാര സമരം അഹമ്മദാബാദ് മിൽ തൊഴിലാളി സമരം 1918. ഗാന്ധിജി ഇന്ത്യയിൽ മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട് തുടങ്ങാൻ കാരണമായ സമരം റൗലറ്റ് സത്യാഗ്രഹം. ഗാന്ധിജി എത്ര തവണ കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുണ്ട്? 1 തവണ. തിരഞ്ഞെടുക്കപ്പെട്ട സമ്മേളനം നടന്നത് ബെൽഗാം 1924. ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനം 1901 കൊൽക്കത്ത സമ്മേളനം. D.E. വാച്ചു ആയിരുന്നു പ്രസിഡന്റ്. ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് വിരമിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചത് 1934 ബോംബെ സമ്മേളനത്തിൽ വച്ച്. വല്ലഭായ് പട്ടേലിന് ഗാന്ധിജി നൽകിയ പദവി സർദാർ. സത്യാഗ്രഹ സഭ രൂപീകരിച്ചത് ആര്? മഹാത്മാഗാന്ധി. രൂപീകരിച്ച വർഷം 1919. ദണ്ഡി യാത്ര ആരംഭിച്ചത് എവിടെ നിന്നാണ്? അഹമ്മദാബാദിലെ സബർമതി ആശ്രമത്തിൽ നിന്ന്. ഉപ്പു നിയമ ലംഘനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ യാത്ര. ദണ്ഡി യാത്ര തുടക്കം കുറിച്ചത് 1930 മാർച്ച് 12 രാവിലെ. മഹാത്മാഗാന്ധി 78 അനുയായികൾക്കൊപ്പമാണ് ഈ യാത്ര ആരംഭിച്ചത്. ഇതിൽ 4 മലയാളികളും ഉൾപ്പെട്ടിരുന്നു. ഈ യാത്രയിൽ ഗാന്ധിജിയും അനുയായികളും പാടിയ പാട്ട് രഘുപതി രാഘവ രാജാറാം.
ഈ ഗാനത്തിന് സംഗീതം നൽകിയത് വിഷ്ണു നിഗംബർ പലൂസ്കർ. ആദ്യ അറസ്റ്റ് സർദാർ വല്ലഭായ് പട്ടേൽ. അറസ്റ്റ് ചെയ്യപ്പെട്ട ആദ്യ വനിത രുക്മിണി ലക്ഷ്മിപതി. ഗാന്ധിജി അറസ്റ്റ് ചെയ്തത് കരാദിയിൽ വച്ച്. പങ്കെടുത്ത മലയാളികൾ നെയ്യാറ്റിൻകര സി കൃഷ്ണൻ, മായങ്കര ശങ്കരൻ, ഷൊർണൂർ രാഘവ പൊതുവാൾ, കോട്ടയം ടൈറ്റസ്. ദണ്ഡി യാത്ര ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറത്ത് എത്തിയത് 1930 ഏപ്രിൽ 6. ആരോടൊപ്പം ചേർന്നാണ് ഗാന്ധിജി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്? മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി. ആരുടെ നിര്യാണത്തെ തുടർന്നാണ് ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അനിഷേധ്യ നേതാവായി ഉയർന്നത്? ബാലഗംഗാധര തിലകൻ 1920. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയത് 1914. ടോൾസ്റ്റോയി ഫാം സ്ഥാപിച്ചത് എവിടെ? ജോഹന്നാസ്ബർഗിൽ. ഗാന്ധിജി സബർമതി ആശ്രമം സ്ഥാപിച്ച വർഷം 1915. ഗാന്ധിജി അഭിഭാഷക ജോലി തുടങ്ങിയത് എപ്പോൾ? 1891 ബോംബെയിൽ. ഗാന്ധിജിയുടെ 2 പ്രധാന സമരമാർഗങ്ങൾ: സത്യാഗ്രഹം, നിസ്സഹകരണം. നിസ്സഹകരണ പ്രമേയം ആദ്യം അവതരിപ്പിച്ചത് ഗുജറാത്ത് രാഷ്ട്രീയ സമ്മേളനത്തിൽ. ഗാന്ധിജി ആദ്യ ജയിൽ ജീവിതം അനുഭവിച്ച വർഷം 1908. ഗാന്ധിജി സർവോദയ എന്ന പേരിൽ തർജ്ജമ ചെയ്ത് പ്രസിദ്ധീകരിച്ച പുസ്തകം റസ്കിൻ രചിച്ച അൺ ടു ദി ലാസ്റ്റ്. ഗാന്ധിജിയുടെ ചിന്തകൾ വഴിത്തിരിവുണ്ടാക്കിയ ഗ്രന്ഥം. ഗാന്ധിജി എത്ര തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട്? 5 തവണ. ആദ്യ സന്ദർശനം 1920 ഓഗസ്റ്റ് 18. പൗരാവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ട് ബ്രിട്ടീഷ് സർക്കാർ റൗലറ്റ് ആക്ട് പാസാക്കിയതിൽ പ്രതിഷേധിച്ച് രൂപീകരിച്ച നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പ്രചാരണത്തിനും ഖിലാഫത്ത് സമരത്തിന് പിന്തുണ അഭ്യർത്ഥിച്ചും അദ്ദേഹം ആദ്യമായി കോഴിക്കോട്ടെത്തി. മറ്റു വർഷങ്ങൾ: 1925 മാർച്ച് 8 വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി ശ്രീനാരായണ ഗുരു, റാണി സേതു ലക്ഷ്മി എന്നിവരെ സന്ദർശിച്ചു. 1927 ഒക്ടോബർ 9. 1934 ജനുവരി 10 ഹരിജൻ ഫണ്ട് ശേഖരണം. കൗമുദി ടീച്ചർ ഗാന്ധിജിക്ക് ആഭരണങ്ങൾ സംഭാവന ചെയ്തു. 1937 ജനുവരി 13 ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു തീർത്ഥാടനം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച യാത്ര. ഹരിജന സേവന ലക്ഷ്യമാക്കി 1932 ഗാന്ധിജി സ്ഥാപിച്ച സംഘടന ഹരിജൻ സേവക സംഘം. ഗാന്ധിജി ആദ്യമായി രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചതാര്? സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജിയെ മഹാത്മാ എന്ന് ആദ്യം സംബോധന ചെയ്തത് ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ. ഗാന്ധിജി ടാഗോറിനെ വിശേഷിപ്പിച്ചത് ഗുരുദേവ്. ഗാന്ധിജി നടത്തിയ ആദ്യ സത്യാഗ്രഹ സമരം ഏതായിരുന്നു? 1906 ദക്ഷിണാഫ്രിക്കൻ ഭരണകൂടത്തിൻ്റെ നിർബന്ധിത രജിസ്ട്രേഷൻ നിയമത്തിൽ പ്രതിഷേധിച്ച്. ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹ സമരം ഏതായിരുന്നു? ചമ്പാരൻ സമരം, ബീഹാർ. സത്യാഗ്രഹം എന്ന സമരായുധം ഗാന്ധിജി ആദ്യമായി ഇവിടെ പരീക്ഷിച്ചു. വർഷം 1917. എത്രാമത്തെ വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്തത്? 2ാം വട്ടമേശ സമ്മേളനം 1931. ലണ്ടനിൽ വട്ടമേശ സമ്മേളനത്തിലെത്തിയ ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് വിൻസ്റ്റൺ ചർച്ചിൽ. ഗാന്ധിജിയുടെ ഉപദേശമനുസരിച്ച് ഗുരുവായൂർ സത്യാഗ്രഹ കാലത്ത് നിരാഹാരം അവസാനിപ്പിച്ച നേതാവ് കെ കേളപ്പൻ. സത്യത്തെ അറിയാൻ ഏറ്റവും പ്രയോജനപ്പെടുന്നത് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച ഗ്രന്ഥം ഭഗവത്ഗീത. ഗാന്ധിജി ഭഗവത്ഗീതയെ എൻ്റെ അമ്മ എന്ന് വിശേഷിപ്പിച്ചു. ഭഗവത്ഗീതയ്ക്ക് നൽകിയ പേര് അനാശക്തിയോഗം. നല്ലവനായി ജീവിക്കുക എന്നത് എത്രയോ അപകടകരമാണ്. ഗാന്ധിജിയുടെ മരണവാർത്ത കേട്ടപ്പോൾ ഇങ്ങനെ അഭിപ്രായപ്പെട്ടതാര്? ആൽബർട്ട് ഐൻസ്റ്റീൻ. ഗാന്ധിജി തൻ്റെ ആത്മകഥയായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എഴുതിയത് എന്നാണ്? 1922 ഏർവാദ ജയിൽവാസത്തിനിടയിൽ. എഴുതിയ ഭാഷ ഗുജറാത്തി. ആദ്യമായി പ്രസിദ്ധീകരിച്ചത് സത്യശോധിനി എന്ന പേരിൽ മറാത്തി ഭാഷയിൽ. ഈ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് മഹാദേവ ദേശായി, പ്യാരേലാൽ നയ്യാർ.
മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ജോർജ് ഇരുമ്പയം, കെ രാമചന്ദ്രൻ നായർ. ഗുജറാത്തി വാരികയായ നവജീവനിലാണ് ഗാന്ധിജി തൻ്റെ ആത്മകഥ പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത്. ഇതേ സമയത്ത് തന്നെ ആത്മകഥയുടെ ഇംഗ്ലീഷ് പരിഭാഷ യങ് ഇന്ത്യയിലും പ്രസിദ്ധീകരിച്ചു. ആത്മകഥയിൽ പരാമർശിക്കപ്പെടുന്ന കാലഘട്ടം 1869 മുതൽ 1921 വരെ. ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന പേര് കൂടി ഗാന്ധിജി നൽകിയത്? ബർദോളി. ഗാന്ധിജി ആരംഭിച്ച നവജീവൻ ദിനപത്രവും വാരികയായ യങ് ഇന്ത്യയും ഏത് ഭാഷയിലായിരുന്നു? നവജീവൻ ഗുജറാത്തി, യങ് ഇന്ത്യ ഇംഗ്ലീഷ്. ഗാന്ധിജിയുടെ ആദ്യ ജനകീയ പ്രക്ഷോഭം നിസ്സഹകരണ പ്രസ്ഥാനം 1920. രണ്ടാമത്തെ ജനകീയ പ്രസ്ഥാനം നിയമലംഘന പ്രസ്ഥാനം 1930. ഏതവസരത്തിലാണ് മഹാത്മാഗാന്ധി ഡു ഓർ ഡൈ എന്ന് ആഹ്വാനം ചെയ്തത്? ക്വിറ്റ് ഇന്ത്യ സമരത്തോടനുബന്ധിച്ച് 1942. ഗാന്ധിജിയുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയ 2 നാടകങ്ങൾ ഏതെല്ലാമായിരുന്നു? ഹരിശ്ചന്ദ്ര, ശ്രാവണകുമാരൻ. ഇന്ത്യയിൽ തിരിച്ചെത്തിയ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചത്? തൻ്റെ രാഷ്ട്രീയ പരീക്ഷണശാല. കസ്തൂർബ ഗാന്ധി ഏത് ജയിലിൽ വാസത്തിനിടയിലാണ് മരിച്ചത്? ആഗാഖാൻ പാലസ്, 1944. നിയമലംഘന പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ചൗരി ചൗര സംഭവം. ഗാന്ധി സേവാ സംഘം എന്ന സ്ഥാപനം എവിടെ സ്ഥിതി ചെയ്യുന്നു? വാർധയിൽ. തൻ്റെ ദർശനങ്ങളെപ്പറ്റി ഗാന്ധിജി പുസ്തക രൂപത്തിലെഴുതിയ ഏക ഗ്രന്ഥം ഹിന്ദ് സ്വരാജ്. ഗാന്ധിജി ആദ്യമായി ജയിൽ ശിക്ഷ അനുഭവിച്ചത് എവിടെയാണ്? ജോഹന്നാസ്ബർഗിൽ. ഗാന്ധിജി പുലയ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? അയ്യങ്കാളിയെ. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം 1942 ഓഗസ്റ്റ് 3 മുംബൈ സമ്മേളനം. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്ന മുദ്രാവാക്യം രാജ്യമെങ്ങും അലയടിച്ചു. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മഹാത്മാഗാന്ധിയുടെ ആഹ്വാനം ജനങ്ങൾ ആവേശത്തിൻ്റെ അലയടികൾ സൃഷ്ടിച്ചു. ഇന്ത്യ സ്വതന്ത്രയായപ്പോൾ ഗാന്ധിജി ആഘോഷ ചടങ്ങുകളിൽ നിന്ന് മാറി ദൂരെ ബംഗാളിലെ ഒരു ഗ്രാമത്തിലായിരുന്നു. ഏതായിരുന്നു ആ ഗ്രാമം? നവ്ഖാലി. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ക്ഷേത്രപ്രവേശന വിളംബരത്തെ. പൊളിയുന്ന ബാങ്കിൽ നിന്ന് മാറാൻ നൽകിയ കാലഹരണപ്പെട്ട ചെക്ക് ഗാന്ധിജി ഇങ്ങനെ വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ക്രിപ്സ് മിഷൻ. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തോടനുബന്ധിച്ച് ഗാന്ധിജി നൽകിയ ആഹ്വാനം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഗാന്ധിജിയുടെ ജീവചരിത്രം ആദ്യമായി എഴുതിയ മലയാളി കെ രാമകൃഷ്ണപിള്ള, സ്വദേശാഭിമാനി പത്രാധിപർ. ഗാന്ധിജിയുടെ ജീവചരിത്രം എഴുതിയ ഫ്രഞ്ച് നോവലിസ്റ്റ് ആരായിരുന്നു? റൊമെയ്ൻ റോളണ്ട്. ഗാന്ധിജി അവതരിപ്പിച്ച അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി ഏതായിരുന്നു? വാർധാ പദ്ധതി, 1937. ഗാന്ധിജി അവസാനമായി തടവിൽ പാർപ്പിച്ചത് ഏത് ജയിലിലാണ്? ആഗാഖാൻ കൊട്ടാരം. മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ. ആത്മീയ ഗുരു ദാദാഭായ് നവറോജി. ആത്മീയ പിൻഗാമി വിനോബ ഭാവെ. രാഷ്ട്രീയ പിൻഗാമി ജവഹർലാൽ നെഹ്റു. മനസാക്ഷി സൂക്ഷിപ്പുകാരൻ സി രാജഗോപാലാചാരി. രാഷ്ട്രീയ എതിരാളി മുഹമ്മദ് അലി ജിന്ന. ഗാന്ധിജിയുടെ പ്രധാന ശിഷ്യർ മീരാബെൻ, സരളാബെൻ. ഗാന്ധിജിയുടെ പേഴ്സണൽ സെക്രട്ടറി മഹാദേവ ദേശായി. 1940 ഗാന്ധിജി ആരംഭിച്ച സമരം വ്യക്തി സത്യാഗ്രഹം. വ്യക്തി സത്യാഗ്രഹത്തിന് രണ്ടാമതായി തിരഞ്ഞെടുത്ത നേതാവ് നെഹ്റു. ആദ്യം തിരഞ്ഞെടുത്തത് വിനോബ ഭാവെ. വ്യക്തി സത്യാഗ്രഹത്തിന് വേണ്ടി കേരളത്തിൽ നിന്ന് ആദ്യം തിരഞ്ഞെടുത്ത വ്യക്തി കെ കേളപ്പൻ. ഗാന്ധി കൃതികളുടെ പകർപ്പവകാശം ആർക്കാണ്? നവജീവൻ ട്രസ്റ്റ്. ഗാന്ധിജിയെക്കുറിച്ച് മഹാകവി വള്ളത്തോൾ രചിച്ച കവിത എൻ്റെ ഗുരുനാഥൻ. മീരാബെൻ എന്ന പേരിൽ പ്രശസ്തയായ ഗാന്ധി ശിഷ്യ മഡലിൻ സ്ലൈഡ് ഇന്ത്യൻ ലേഡി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നു. സത്യാഗ്രഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെ? യേശുക്രിസ്തുവിനെ.
രക്തമാംസങ്ങളോടെ ഇതുപോലൊരു മനുഷ്യൻ ഈ ഭൂമിയിലൂടെ കടന്നുപോയെന്ന് വരും തലമുറകൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ഗാന്ധിജിയെക്കുറിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആര്? ആൽബർട്ട് ഐൻസ്റ്റീൻ. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഇന്ത്യയിൽ തിരിച്ചെത്തിയതെന്ന്? 1915 ജനുവരി 9. ഇതിൻ്റെ സ്മരണാർത്ഥം എല്ലാ വർഷവും ജനുവരി 9 പ്രവാസി ദിനമായി ആചരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിന്ന ആ ദീപനാളം പൊലിഞ്ഞു. അനുശോചന സന്ദേശത്തിൽ ഗാന്ധിജിയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞതാര്? ജവഹർലാൽ നെഹ്റു. റിച്ചാർഡ് ആറ്റൻബറോ സംവിധാനം ചെയ്ത ഗാന്ധി സിനിമയുടെ തിരക്കഥാകൃത്ത് ജോൺ ബ്രെയ്ലി. ഈ ചിത്രത്തിൽ ഗാന്ധിജിയുടെ വേഷമിട്ട നടൻ ബെൻ കിങ്സ്ലി. ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിളിച്ചത് ആരെയാണ്? സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജിയെക്കുറിച്ചുള്ള ദ മേക്കിംഗ് ഓഫ് മഹാത്മാ എന്ന സിനിമ സംവിധാനം ചെയ്തതാര്? ശ്യാം ബെനഗൽ. ദക്ഷിണാഫ്രിക്കൻ ഭരണകൂടത്തിൻ്റെ വർണ്ണവിവേചനത്തിനെതിരെ പ്രതികരിക്കാൻ ഗാന്ധിജി രൂപീകരിച്ച സംഘടന നാറ്റൽ ഇന്ത്യൻ കോൺഗ്രസ്. ഗാന്ധി മൈതാൻ എവിടെയാണ്? പാട്ന. ഗാന്ധിജി അന്ത്യവിശ്രമം കൊള്ളുന്നത് എവിടെയാണ്? രാജ്ഘട്ടിൽ. രക്തസാക്ഷി ദിനമായി നാം ആചരിക്കുന്നത് എന്നാണ്? 1948 ജനുവരി 30. ഗാന്ധിജി ന്യൂഡൽഹിയിലെ ബിർള ഹൗസിൽ വെച്ച് നാഥുറാം വിനായക് ഗോഡ്സെയുടെ വെടിയേറ്റ് മരിച്ചു. തുടർന്ന് എല്ലാ വർഷവും ജനുവരി 30 വിശ്വശാന്തി ദിനം അല്ലെങ്കിൽ രക്തസാക്ഷി ദിനമായി ആചരിച്ചു വരുന്നു. നാഥുറാം ഗോഡ്സെയ്ക്കൊപ്പം തൂക്കിലേറ്റിയത് നാരായൺ ദത്താത്രേയ ആപ്തെ. മൊത്തം 8 പേർ ശിക്ഷിക്കപ്പെട്ടു. കുറ്റവിമുക്തനാക്കിയത് വി.ഡി. സവർക്കറെ. മഹാത്മാഗാന്ധിയുടെ അവസാനത്തെ വാക്ക് ഹേ റാം. ഗാന്ധിജിയുടെ മരണത്തിൽ ഐക്യരാഷ്ട്രസഭ അനുശോചിച്ചത് എങ്ങനെയാണ്? ഐക്യരാഷ്ട്രസഭ അതിൻ്റെ പതാക പകുതി താഴ്ത്തിക്കെട്ടി ദുഃഖം പ്രകടിപ്പിച്ചു. വെളിച്ചം പോയി മറഞ്ഞാലും ആ വെളിച്ചം ഇനിയും നമ്മെ നയിച്ചുകൊണ്ടിരിക്കും. ആരുടെ വാക്കുകൾ? ഗാന്ധിജി മരിച്ചപ്പോൾ ജവഹർലാൽ നെഹ്റു പറഞ്ഞ വാക്കുകൾ. സത്യാഗ്രഹം ബലവാന്മാരുടെ ഉപകരണമാണ് എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധി. ഗാന്ധിജിക്ക് പ്രിയപ്പെട്ട പ്രാർത്ഥനാഗീതം വൈഷ്ണവ ജനതോ. ഈ ഗീതം എഴുതിയത് ഭഗത് നരസിംഹ മേത്ത. തൻ്റെ 2 ശ്വാസകോശങ്ങൾ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് സത്യവും അഹിംസയും. സ്വതന്ത്ര ഇന്ത്യയുടെ സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ ഭാരതീയൻ മഹാത്മാഗാന്ധി. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് എന്ന് പ്രഖ്യാപിച്ചത് ഗാന്ധിജി. ലോക അഹിംസാ ദിനം ഒക്ടോബർ 2. ഗാന്ധിജി പഠിച്ച ഗുജറാത്തിലെ കോളേജ് സമൽ ദാസ് കോളേജ്. ഇൻസ്പെക്ടർ വന്നപ്പോൾ ഗാന്ധിജി തെറ്റിച്ച വാക്ക് കെറ്റിൽ. കുട്ടികൾ ഗാന്ധിജിക്ക് നൽകിയ ഓമനപ്പേര് ബാപ്പുജി. ഗാന്ധിജിയെക്കുറിച്ച് ധർമ്മസൂര്യൻ എന്ന കൃതി രചിച്ചത് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഗാന്ധിജിയുടെ വിയോഗത്തെ തുടർന്ന് ആ ചുടലക്കളം എന്ന കൃതി രചിച്ചത് ഉള്ളൂർ. ഗാന്ധിജിയെക്കുറിച്ച് ആഗസ്റ്റ് കാറ്റിൽ ഒരില എന്ന കവിത രചിച്ചത് N.V. കൃഷ്ണവാര്യർ. ഗാന്ധിജിയും കാക്കയും ഞാനും രചിച്ചത് ONV. ഗാന്ധി ഭാരതം എന്ന കവിത രചിച്ചത് പാല നാരായണൻ നായർ. ഗാന്ധി എന്ന കവിത രചിച്ചത് വി മധുസൂദനൻ നായർ. ഗാന്ധിജിയെക്കുറിച്ച് മഹാത്മാവിൻ്റെ മാർഗം എന്ന കൃതി രചിച്ചത് സുകുമാർ അഴീക്കോട്. ഐ ഫോളോ മഹാത്മാ KM മുൻഷി. ഇൻ സെർച്ച് ഓഫ് ഗാന്ധി റിച്ചാർഡ് ആറ്റൻബറോ. അറ്റ് ദ ഫീറ്റ് ഓഫ് മഹാത്മാ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. വെയിറ്റിംഗ് ഫോർ ദ മഹാത്മാ RK നാരായണൻ. ഗാന്ധിയും സ്റ്റാലിനും ലൂയിസ് ഫിഷർ. ഗാന്ധിയും അരാജകത്വവും C ശങ്കരൻ നായർ. ഗാന്ധിജിയും ഗോഡ്സെയും NV കൃഷ്ണവാര്യർ. ഗാന്ധിജിയുടെ 100ാം ജന്മദിനത്തോട് അനുബന്ധിച്ച് 1969 വിദ്യാർത്ഥികൾക്കായി ആരംഭിച്ച സാമൂഹിക സംഘടന നാഷണൽ സർവീസ് സ്കീം. ഗാന്ധി സീരീസിലുള്ള കറൻസി നോട്ടുകൾ ഇന്ത്യയിൽ പുറത്തിറക്കിയ വർഷം 1996. ഗാന്ധി വചനങ്ങൾ. ശുചിത്വം ദൈവത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്നു.
എനിക്ക് 24 മണിക്കൂർ ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരം ലഭിക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം ചെയ്യുക ഈ രാജ്യത്തെ മദ്യഷാപ്പുകളെല്ലാം അടച്ചു പൂട്ടുകയായിരിക്കും. ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവും ആത്മീയവുമായ വളർച്ചയാണ് വിദ്യാഭ്യാസം കൊണ്ട് ലക്ഷ്യമിടുന്നത്. ഇന്ത്യയുടെ ആത്മാവ് കുടികൊള്ളുന്നത് ഗ്രാമങ്ങളിലാണ്. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. ഉറങ്ങുന്നവന് നിയമം ഒരിക്കലും സംരക്ഷണം നൽകുന്നില്ല. നീതി ലഭിക്കാൻ ഉണർന്നിരിക്കണം. മനുഷ്യ സേവനം ഭക്തിയേക്കാൾ പ്രധാനമാണ്. വീരത്വത്തേക്കാൾ നല്ലത് പൊരുതി മരിക്കലാണ്. സ്നേഹവും അഹിംസയും ജീവിതത്തെ വിലയുള്ളതാക്കുന്നു. പ്രയത്നശീലർ ഒരിക്കലും അശക്തർ ആവുകയില്ല. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.